നീങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് ഏറ്റവും സമാധാനകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് കേൾക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയുമെന്നാണ് റവന്യൂ അധികൃതർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. ഇരുവശങ്ങളിലെയും തീ അണച്ചു കഴിഞ്ഞു. ഇനി മധ്യഭാഗത്തുള്ള തീയാണ് അണയ്ക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോഴും ആളിപ്പടരുന്ന തീയാണ്. അനീഷ്, ആ ഭാഗത്തേക്ക് എത്തുക അത്ര എളുപ്പമാണോ? ഈ തുണിയാണ്, എല്ലാം തുണിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അനുസരിച്ച് ഏറ്റവും ഉയരെയുള്ള ഭാഗത്ത്, മധ്യഭാഗത്ത്, അവിടേക്ക് എത്താൻ എളുപ്പമാണോ ഈ ഫയർ എഞ്ചിനുകൾക്ക്? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത് നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടെ ഒരു ക്ലോസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ആ തീ കത്തുന്നതിന് ചേർന്ന് ആ പാളികൾ പോലെ ഭിത്തി പോലെ നിൽക്കുന്ന ഒരു ഭാഗം കാണാം. അതായത് ഈ താഴേന്ന് പമ്പ് ചെയ്യുന്ന വിടുന്ന വെള്ളം മുഴുവൻ ആ ഭിത്തിയിൽ തട്ടി പുറത്തേക്ക് പോരുകയാണ് ഇത്രയും നേരം ചെയ്ത്. ആ ഏണി മുകളിലേക്ക് ഘടിപ്പിച്ച് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറുന്നു. അതിനുശേഷം അവിടുത്തെ ആ ലോഹ പാളി, ആ ടിൻ ഷീറ്റ് മാറ്റുന്നു. ആ ഷീറ്റിനുള്ളിൽ കൂടി അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഇടുന്നു. അങ്ങനെ മാത്രമാണ് അകത്തേക്ക് വെള്ളം എത്താൻ ഒരു മാർഗം. ആദ്യം മണിക്കൂറുകളോളം ഇവർ ഈ വെള്ളം പുറത്തുനിന്നും അടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലോഹപാളിയിൽ തട്ടി പുറത്തേക്ക് വരികയാണ്. ഒരു ടാങ്ക് വെള്ളം അകത്തേക്ക് അടിച്ചാൽ അതിന്റെ ഒരു 40% പോലും അകത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ആ മുറിക്കുള്ളിൽ പൂർണ്ണമായും അട്ടിയടുക്കി വെച്ചിരുന്ന തുണിത്തരങ്ങളാണ്. ഈ കെട്ടിടത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളത്തിൽ ഏതാണ്ട് 100 മീറ്ററിലധികം നീളമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ എല്ലാ ഇടങ്ങളിലും തുണിത്തരങ്ങളാണ്. പ്രത്യേകിച്ചും സ്കൂൾ യൂണിഫോമുകളാണ്. സ്കൂൾ സീസൺ തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് ആ സ്കൂൾ യൂണിഫോമുകളാണ്. അതും പലതും ഈ പോളിസ്റ്ററൊക്കെ കൊണ്ട് നിർമ്മിച്ച അത്തരം മിശ്രിതങ്ങൾ കൊണ്ടുള്ള തരത്തിലുള്ള തുണിത്തരങ്ങളാണ്. അതുകൊണ്ട് തീയൊന്ന് പടരുമ്പോൾ തന്നെ അത് ആളിക്കത്താനുള്ള ഒരു പ്രവണതയാണ് പ്രകടമാക്കുക. ഒപ്പം ഈ വെള്ളമൊക്കെ തളിച്ചാൽ പോലും അത് കെടാതെ അതിനേക്കാൾ കരുത്തോടുകൂടി ഈ ആഞ്ഞ് കത്തുന്ന തീയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും പലയിടങ്ങളിലും ഈ ലോഹപാളിയുള്ള മറ തകർക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ ഒരറ്റത്ത് തീ അണഞ്ഞ് അവിടെ പുകഞ്ഞു നിൽക്കുന്ന കറുത്ത ഭാഗം കാണുന്നു. അവിടെ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തിന് അകത്തേക്ക് വെള്ളം എത്തിക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു. അതിനോട് ചേർന്നുള്ള ഭാഗം അല്പസമയം മുമ്പ് അണച്ചിട്ട് പോയതാണ്. പക്ഷെ അവിടെ വീണ്ടും ചെറുതായി കത്തിത്തുടങ്ങുന്ന കാഴ്ച, ചെറുതായല്ല സാമാന്യം വലുതായി തന്നെ കത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തൊട്ടപ്പുറത്തെ ഭാഗം ഏതാണ്ട് മധ്യഭാഗത്തോട് ചേർന്ന് വീണ്ടും ആളിക്കത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിന് മറുവശത്താണ് ഈ ഫാഷൻ ബസാർ എന്ന പേരിലുള്ള ഒരുപാട് തുണി കച്ചവടം നടക്കുന്ന ഒരു കേന്ദ്രമുള്ളത്. അവിടേക്കുള്ള തുണിത്തരങ്ങളും മറ്റുമാണ് ഈ ഗോഡൌണിൽ സംഭരിച്ചതും. എന്തായാലും തീപിടുത്തം ആരംഭിച്ച സമയം മുതൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കേന്ദ്രീകരിച്ചത് ആ കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നേരത്തെ ജില്ലാ കളക്ടർ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് പാണക്കാട് തങ്ങൾ ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചു.